മോളിന്ന് തിരിച്ച് ബാംഗ്ലൂരിലേക്ക് തന്നെ പോവാണ്. അപ്പൊ അതിന് മുമ്പൊക്കെ ഒരു ട്രീറ്റ് കൊടുക്കാൻ വേണ്ടി പെരിന്തൽമണ്ണ മിസ്റ്റേൽ വന്നതാണ് കേട്ടോ ഞങ്ങള്. ഇവിടെ ഉണ്ടല്ലോ ഒരുപാട് ഇന്ത്യൻ വെറൈറ്റി സ്വീറ്റ്സും അതുപോലെ നല്ല ഒതന്റിക് ടേസ്റ്റിലുള്ള നോർത്ത് ഇന്ത്യൻ സ്വീറ്റ്സും പിന്നെ മലായ് ബംഗാളി ബേസ്ഡ് സ്വീറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. സ്വീറ്റ്സ് മാത്രമല്ല കേട്ടോ, നല്ല വെറൈറ്റി ചാട്സും ഉണ്ട്. ഇവരുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഫാം ഫ്രഷ് മിൽക്കിൽ നിന്നാണ് കേട്ടോ അവർക്ക് വേണ്ട പ്രൊഡക്റ്റ് ഒക്കെ ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ചാട്ടിന് ആവശ്യമായ എല്ലാ ഇൻഗ്രീഡിയൻസും വീട്ടിൽ നിന്ന് തന്നെയാണ് ഉണ്ടാക്കുന്നത്. വെഡിങ്, കോർപ്പറേറ്റ് ഈവന്റ്, സെലിബ്രേഷൻ ഇതിനൊക്കെ പറ്റിയ പ്രീമിയം സ്വീറ്റ് ഗിഫ്റ്റ് ബോക്സ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ബൾക്കായിട്ടുള്ള ഓർഡറൊക്കെ അവർ എടുക്കും. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് 1 kg, ½ kg ഒക്കെ സ്വീറ്റ് ബോക്സ് വരെ റെഡിയാക്കി തരുന്നതാണ്. മോളൂന് ആദ്യം ചാട്സ് മതി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ മിക്സർ ചാട്സ് ആണ് കേട്ടോ ട്രൈ ചെയ്തത്. എന്ത് ടേസ്റ്റ് ആണെന്ന് അറിയാം, വേറെ ലെവൽ കേട്ടോ. അതുപോലെ പാനിപ്പൂരി ഒക്കെ ഇത്ര ടേസ്റ്റിൽ ഞാൻ വേറെ എവിടുന്നും കഴിച്ചിട്ടില്ല. ദഹിപൂരിന്റെ കാര്യം പറയുമ്പോൾ വേറെ ലെവൽ ഐറ്റം. അത് കഴിക്കാൻ വേണ്ടി മാത്രം ഇനി ഇങ്ങോട്ട് വരണം എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. ഗുലാബ് ജാമുൻ നല്ല സോഫ്റ്റ് ടെക്സ്ചറാണ് കേട്ടോ, തൊടുമ്പോഴേക്കും അലിഞ്ഞ് വരുന്നുണ്ട്. പ്യുവർ ഗീൽ ഉണ്ടാക്കിയിട്ടുള്ള ഗീ മൈസൂർ പാക്കൊക്കെ ഉണ്ടല്ലോ, വേറെ ലെവൽ ടേസ്റ്റ് ആണ്. നല്ല ഡ്രൈ ഫ്രൂട്ട്സ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള കാജു കട്ട്ലൊക്കെ നല്ല ടേസ്റ്റ് ആണ്. കാലിക്കറ്റും കോട്ടക്കലും ഒക്കെ അവർക്ക് ഔട്ട്ലെറ്റ് ഉണ്ട്. മോളൂന്റെ എയർപോർട്ടിലെ കൊളീഗ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്വീറ്റ്സ് ബോക്സും വാങ്ങിയിട്ടാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. മോളൂന് ട്രീറ്റ് ഒക്കെ കൊടുത്തോളാം ഹാപ്പി ആയെങ്കിലും ഓള് പോയപ്പോൾ ഭയങ്കര വിഷമമായി കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത വരവിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്.